കേരള സർവകലാശാല യുവജനോത്സവത്തിലെ കോഴ ആരോപണത്തിൽ പിടിയിലായ ഇടനിലക്കാരൻ ജോമറ്റ് കണ്ണൂർ MG സർവകലാശാല കലോത്സവത്തിലും കോഴ വാങ്ങിയതായി സംശയം. പോലീസ് അന്വേഷണം ഇപ്പോൾ തട്ടിപ്പ് മാഫിയയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പിടിയിലായ മൂവരോടും നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാർഗംകളിയിൽ കൈകുത്തിയ ടീമിന് 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് സ്ഥാനങ്ങൾ ലഭിക്കുകയുണ്ടായി. ഡ്രസ്സ് അഴിഞ്ഞു വീണിട്ടും സ്റ്റെപ്പ് തെറ്റിയിട്ടും ഒക്കെ വന്ന ടീമുകൾക്ക് സ്ഥാനങ്ങൾ ഉണ്ടാവുകയും തെറ്റുകളൊന്നുമില്ലാതെ വളരെ നന്നായി പെർഫോം ചെയ്ത പല ടീമുകൾക്കും സ്ഥാനമില്ലാതെ പുറകോട്ട് തള്ളിവിടുകപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ആദ്യമായി സംശയം ഉദിക്കുന്നത്. കോഴ വാങ്ങി മത്സരഫലം പ്രഖ്യാപിച്ചു എന്ന് തെളിയിക്കുന്ന വാട്സപ്പ് ചാറ്റും ഓഡിയോ ക്ലിപ്പ് വിവരങ്ങളും കയ്യോടെ പിടികൂടിയാണ് സംഘാടക സമിതി ഇടനിലക്കാരൻ ജോമറ്റ് ഉൾപ്പെടെ 3 പേരെ കന്റോൺമെന്റ് പോലീസിൽ ഏൽപ്പിക്കുന്നത്. എന്നാൽ കേരള സർവകലാശാല കലോത്സവത്തിൽ മാത്രമല്ല, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും ഇടനിലക്കാരൻ ജോമറ്റ് കോഴ വാങ്ങിയതായുള്ള സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ മാർഗംകളി പരിശീലകനായിരുന്നു ജോമറ്റ്. എന്നാൽ മാർ ഇവാനിയസ് കോളേജിലെ മാർഗംകളി പരിശീലകനായ ജെയിംസിൽ നിന്ന് പണം വാങ്ങി മാർ ഇവാനിയസിന് അനുകൂലമായി മാർക്കിടാൻ ഷാജി സിബിൻ എന്ന ജഡ്ജിമാരെ ജോമറ്റ് സ്വാധീനിച്ചു എന്നാണ് സംഘാടക സമിതി നൽകിയ പരാതിയിലുള്ളത്. അതിനാൽ കൂടുതൽ ഇടനിലക്കാരിലേക്കും മറ്റ് കലോത്സവങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. കലോത്സവങ്ങൾ ഹൈജാക്ക് ചെയ്യുന്ന വലിയ തട്ടിപ്പ് മാഫിയയിലേക്കാണ് പോലീസിന്റെ അന്വേഷണം നീളുന്നത്. ഇതിന്റെ ഭാഗമായി നാളെ മൂവരോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് കരുതുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.